എന്താകും സ്വർണ്ണവില എന്ന് വളരെ വലിയ ആകാംക്ഷയിലൂടെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. വരാൻ പോകുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് പറയാനുള്ളത്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. എത്രയും പെട്ടെന്ന് ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ കൂടി വരുന്ന ഒരു സമയമാണ്. എപ്പോഴാണ് ഈ വരുന്നത് എന്നുള്ളതാണ്. ഡോളർ ഇൻഡെക്സ് ഏറ്റവും വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന സമയം, അതായത് 105.60 എന്ന് പറയുന്ന ആ റെസിസ്റ്റൻസ് ലെവൽ പൊട്ടിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോളർ ഇൻഡെക്സ്. ഈ ഡോളർ ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഫലമായി തന്നെയാണ് ഗോൾഡിന് വലിയ രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. ബട്ട് ട്രംപിൻ്റെ വിക്ടറിക്ക് ശേഷം പോസ്റ്റ് അമേരിക്കൻ ഇലക്ഷനാണ് എന്നുള്ളത് നമ്മളിനി പറയേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ US ഇറാൻ്റെ ചില US ഇറാൻ ബന്ധപ്പെട്ടിട്ടുള്ള ചില ടാർഗറ്റുകളൊക്കെ സിറിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം വരട്ടെ, നിരവധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസിലേക്കും കൂടി വരികയാണ്. അവിടെ ഒരു അയവും വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കരമായ രീതിയിൽ തന്നെ പ്രശ്നം തന്നെയാണുള്ളത്. ലെബനോനിലാണ് 3287 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 43665 ഗാസയിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അറ്റാക്കിൽ 64 പേര് ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 28 പേര് ലെബനോനിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ ജനങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് ഇന്ത്യയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പിന്നെ ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട്. ഇറാഖിലെ ചില ഗ്രൂപ്പുകളുടെ അറ്റാക്കുകൾ പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതായത് പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ അവസാനിക്കുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം ട്രംപിന് ശേഷം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ലോകത്ത്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ പോയും പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ പീസ് ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡും ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഗോൾഡിൻ്റെ ഇടിച്ചിലിന് സേഫ് ഹെവൻ്റെ ഡിമാൻഡിനെ കുറച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മളൊരു കാര്യം ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ട്രംപിൻ്റെ എക്കണോമിക് പോളിസീസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലുണ്ട്. അതായത് ഇമ്പോർട്ട് താരീഫ്സിലും അതേപോലെ തന്നെ ടാക്സ് കട്ട്സിലും പിന്നെ ഇമിഗ്രേഷൻ മെഷേഴ്സ് ടാക്സ് കട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ താരീഫ്സിലൊക്കെ അദ്ദേഹം മാറ്റം വരുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ സ്ട്രിക്റ്റ് ഇമിഗ്രേഷൻ മെഷേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. അതൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനെ ഫ്യൂവൽ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഉയർത്തിയെടുക്കാൻ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുണ്ട്. പക്ഷേ ആ രീതിയിൽ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പോലെയല്ല ഇന്ത്യയിൽ പറയുന്നത്. അതായത് അത് ഇൻഫ്ലേഷനെ വരുത്തി തീർക്കുമ്പോൾ അത് US ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ഉണ്ടാക്കുന്നത് സ്ലോ ചെയ്യും. അങ്ങനെ റേറ്റ് കട്ട് സ്ലോ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഉണ്ടാകുമ്പോൾ നോൺ ഈൽഡിങ് അസറ്റായിട്ടുള്ള ഗോൾഡ് പോലുള്ള സാധനങ്ങൾ എന്തായിരിക്കും, അത് ഔട്ട് പെർഫോം ചെയ്യില്ല എന്നുള്ള നിലക്കാണ് ഗോൾഡ് വരുന്നത്. പക്ഷേ ഇൻഫ്ലേഷൻ സ്ട്രോങ് ആയി നിൽക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഗോൾഡിന് എപ്പോഴും ഫേവറബിൾ ആയിട്ട് മാറും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ എന്നുള്ളത് ഇന്ത്യറിയലിൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്ത്യറിയൽ പറയുന്നത്. ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ചിലപ്പോൾ എന്തായേക്കാം, റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ട് റേറ്റ് കട്ട് നടത്താത്തതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചേക്കാം, ഈ പറഞ്ഞതുപോലെയൊക്കെ ഗോൾഡിന് അടി ചിലപ്പം ഇങ്ങനെ കിട്ടിയേക്കാം. ബട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇൻഫ്ലേഷൻ എപ്പോഴും സ്വർണ്ണവിലയെ സ്വാധീനിക്കും, ഉയരത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് കൂടി നമ്മുടെ മനസ്സിൽ വേണം. സ്റ്റോക്കിലാണെങ്കിലും അദ്ദേഹം ചില ടാക്സ് കട്ടുകളും മറ്റുള്ളതും ചില ഡീറെഗുലേഷൻസൊക്കെ എടുക്കാനുള്ള റെഗുലേഷൻസൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ സ്റ്റോക്കിനെ ഉയർച്ചയിലേക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബിറ്റ്കോയിനെയും ഞാൻ പറഞ്ഞല്ലോ, ബിറ്റ്കോയിനും റെഗുലേഷൻസും മറ്റുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ട്രംപിൻ്റെ, അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ ഫ്രണ്ട്ലി പ്രസിഡൻ്റ് ആയിരിക്കും. അമേരിക്കയെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സെൻറ്റർ ആക്കുന്ന രീതിയിലുള്ള പ്രസിഡന്റ്. എന്തായാലും ഒരു ബിറ്റ്കോയിൻ ഫ്രണ്ട്ലിയാണ് ട്രംപ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോളിസീസ്, അദ്ദേഹത്തിൻ്റെ നയങ്ങളൊക്കെ മുമ്പ് അദ്ദേഹം പറഞ്ഞതനുസൃതമായിട്ട് മാർക്കറ്റ് അദ്ദേഹം ഓഫീസിലെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ചലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഗോൾഡ് $2595 അടിയൊക്കെ അങ്ങനെ വല്ലാതെ പോയില്ല. അവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്തി ഗോൾഡ് വീണ്ടും $2604 കുതിച്ചുയർന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. +7.10 അല്ലെങ്കിൽ 0.27% ഉയർച്ച ഇപ്പോൾ തന്നെ മാർക്കറ്റ് പുലർച്ചെ തുറന്ന മുതലുണ്ട്. ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് 7045, പവന് 56,360. ഓക്കെ, ഈ 6 പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ട്. 56,360, അതായത് ഇന്ന് 400 കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 400 രൂപ ഇന്ന് കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. അപ്പോൾ ഒരുപാട് പേരുകൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണുന്നുണ്ട് കമൻറ്റുകളിൽ. പ്രത്യേകിച്ച് ഹുദാസന അതുപോലെ ചോദിച്ചിട്ടുള്ളത് വെയിറ്റ് ചെയ്യണോ വാങ്ങാനുള്ളവരെന്നാണ്. ഇന്നിപ്പോൾ US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട്. ചിലപ്പോൾ സ്വർണ്ണവില ചിലപ്പം കുതിച്ചു വരുന്നാൽ പോലും
വെയിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഈ സമയത്ത് നല്ലത് എന്നാണ് ഇന്ത്യയിലെ അഭിപ്രായം. വാങ്ങാനുള്ള ആളുകൾ ഒരുപാട് പേര് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ട്രെൻഡ് എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ $2,600 ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. അപ്പം ഞാൻ ട്രംപ് കസാലയിലേക്ക് എത്തുമ്പോഴത്തിന് വീണ്ടും 2,500 മിനിമം നമ്മൾ വരുന്നത് കാണണ്ടേ. 2,400, 2,300, 2,200 എന്നും എന്താക്കാം നമുക്ക് തള്ളി കളയാൻ വയ്യ. ഓൾ ടൈം ഹൈ ആണ് 2,070 എന്ന് പറയുന്നത്. അതിലേക്ക് പോലും എത്തിയാലും നമ്മൾ ഞെട്ടാനൊന്നുമില്ല. അപ്പോൾ 2,500 എന്തായാലും കാണണ്ടേ നമ്മുടെ മനസ്സിൽ 99%. അപ്പോൾ തന്നെ 2,000 രൂപ ഇവിടുന്ന് കുറയുന്ന അവസ്ഥ വരും. ആ ഒരു ആംഗിൾ തന്നെ നോക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ അവിടെ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഞാൻ പറഞ്ഞില്ല, സിറിയയിലും ആ ടെൻഷൻസ് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അതിൻ്റെ കൂടി ബേസിൽ ചെയ്തിട്ടായിരിക്കും ആ ടെൻഷൻസൊക്കെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതും ബേസായിട്ടായിരിക്കും. അപ്പോൾ പറയാം, നമ്മൾ സമാധാനം പ്രതീക്ഷിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവാൻ സാധ്യതൻ്റെ ബേസിലാണ് പറയുന്നത്. ഈ സമാധാനം ഇല്ലെങ്കിൽ ഞാൻ പറയില്ല, വരാൻ പോകുന്ന ഒരു കാര്യം കൃത്യമായി സെഷനാവിന് മാത്രമേ അറിയുള്ളൂ. ഒരു പഠന റിപ്പോർട്ടാണ്. അപ്പോൾ സമാധാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻസിന് ഇൻവെസ്റ്റേഴ്സ് കുറച്ചൊന്ന് സേഫ് ഹെവന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത ഇതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഇടിച്ചിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാം എന്നുള്ളതിൻ്റെ ബേസിൽ എല്ലാവിധ എക്സ്പ്ലനേഷൻ നൽകിയെന്നേ ഉള്ളൂ. എന്തായാലും നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്